നമസ്കാരം. കല്ലമ്പലം ആസ്ട്രോ റിസർച്ച് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2025 തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂറുകാരുടെ പൊതുഫലമാണ്. ചിത്തിര ആദ്യ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ചേരുന്നതാണ് തുലാം രാശി അല്ലെങ്കിൽ തുലാക്കൂർ. ഈ കൂറുകാർക്ക് 2023 ജനുവരിയിൽ കണ്ടകശനി തുടങ്ങിയിരുന്നു. കണ്ടകശനി തീരുമ്പോൾ വ്യാഴം അനുകൂല ഭാവമായ 7 വന്നിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ പോയ വർഷമായിരുന്നു 2023. 2024 ഏപ്രിൽ മാസം മുതൽ അഷ്ടമ വ്യാഴം വരുന്നുണ്ട്. ദുരിതകാലമെന്നും പറയാം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 8ൻ്റെ പണി, അതാണ് അഷ്ടമ വ്യാഴം. ഈ സമയം നിലവിലെ തൊഴിൽ വരുമാനം, ബന്ധുജന വിരോധം, കേസ് വഴക്കുകൾ, അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം എന്നിവയൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടായിട്ടുണ്ടാവണം. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അഷ്ടമ വ്യാഴത്തിനൊപ്പം ശനി ദോഷം കൂടി വന്നാൽ ഈ രാശിക്കാരിൽ എത്ര പേർ അതിജീവിച്ചു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയിൽ ശനി 5ാം സ്ഥാനത്താണ്. 2024 ഏപ്രിൽ മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ കൂറുകാരുടെ മാനസിക നിലയെ വരെ ബാധിച്ചിട്ടുണ്ടാകും. 2024 ഓഗസ്റ്റ് വരെ ഈ നില തുടരും. ആത്മഹത്യ വരെ ചെയ്താൽ എന്തെന്ന് ആലോചിച്ച് നടന്നേക്കാം. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വ്യാഴം വക്രഗതിയിൽ പോകുന്നുണ്ട്. ശനി അഷ്ടമദോഷം വെടിഞ്ഞ് 7ാം സ്ഥാനത്തിലെ ഗുണഫലങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവണം. നവംബർ മാസത്തിൽ ശനി നേർഗതിയിലും വ്യാഴം വക്രഗതി വെടിഞ്ഞ് നേർഗതിയിലും എത്തിപ്പെടും. 2025 ഫെബ്രുവരി വരെ ഇതേ സ്ഥിതി തുടരും. 2025 ഈ കൂറുകാരുടെ യാത്ര മരണത്തിൽ നിന്നുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായി വേണം കരുതാൻ. 2025 ഏപ്രിൽ വരെ കുറച്ചധികം അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. 2025 മെയ് മാസം മുതൽ ജീവിത പുരോഗതി നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ജനുവരിയിൽ ശനി 5ാം സ്ഥാനത്തും വ്യാഴം വക്രഗതിയിലും, തുടർന്ന് ജനുവരിയിൽ രാഹു 6ാം സ്ഥാനത്തും കേതു 12ലും ആകുന്നു. ഫെബ്രുവരിയിൽ വ്യാഴം വക്രഗതി വിട്ട് അഷ്ടമത്തിലേക്ക് വീണ്ടും പോകുമ്പോൾ മാർച്ച് വരെ ദോഷഫലങ്ങളുണ്ടാവും. മാർച്ച് അവസാനം ശനി ശത്രുഭാവമായ 6ാം ഭാവത്തിലേക്കും പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ശനി ശത്രുഭാവമായ 6ാം ഭാവത്തിലേക്ക് വരുന്നത് രാജയോഗം പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഏപ്രിൽ മെയ് മാസത്തിൽ വ്യാഴം അഷ്ടമം വെടിഞ്ഞ് ഭാഗ്യസ്ഥാനത്തും വരും. എല്ലാ പ്രവർത്തനങ്ങളിലും സമ്പൂർണ്ണ വിജയം വരുന്ന സമയമാണ് മെയ് മാസത്തിന് ശേഷം. ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു പരിധിവരെ 2025 മെയ് മാസത്തിന് ശേഷം നിങ്ങളെ വിട്ടകന്ന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകാൻ ഉള്ള ഒരു ചവിട്ടുപടിയാണ് ഈ പുതുവർഷം. കുറച്ച് ദോഷഫലങ്ങൾ, അതിൻ്റെ പരിഹാര ക്രിയകളിൽ കൂടി, പൂജ വിധികൾ കൂടി പറഞ്ഞു തരാം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട്, തുളസിമാല
താമര എന്നിവ സമർപ്പിക്കുക. മാർച്ച് 29 വരെ ശനിയാഴ്ചകളിൽ ശനി പൂജ നടത്തേണ്ടതാണ്. ശനീശ്വരന് നീരാഞ്ജനം, എള്ളുകിഴി, നീലപ്പട്ട് എന്നിവ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്.